ഞാൻ ഇതിൻ്റെ പേരിൽ കുറേ മാനസികമായി കുറേ രീതിയിൽ ബുദ്ധിമുട്ടിയതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്, ഞാൻ ചെയ്ത കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തതാണ്. എത്ര വർഷം മുമ്പാന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷവും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇത് കൊടുക്കാറുണ്ടെന്നും അത് അവിടെ ഞാൻ ഇതിൻ്റെ സപ്ലൈ ഉണ്ടെന്നൊക്കെ. അത് ചിന്തിച്ചാൽ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. 3 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഇവനാണല്ലോ ടോപ്പിൽ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇവനാണ് മൊത്തം കാര്യങ്ങൾ, ഇവനും റാംബോ ആണെന്ന് തീരുമാനിക്കുന്ന ആളാണ്. അപ്പം ഞാൻ 3 വർഷത്തോളം അല്ലെങ്കിൽ ഇത്രയും കാലത്തോളം 1 വർഷം 1.5 വർഷത്തോളം ഇവർക്കിത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവരെന്താ അപ്പോൾ കണ്ണില്ലാത്ത ആൾക്കാരാണോ, അല്ലെങ്കിൽ ഇവർക്കിത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ? അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളെല്ലാം പൊളിഞ്ഞതാണ്. ഇതെല്ലാം ആരാ കൊടുക്കുന്നതെന്നും ആരാ ഇതാക്കുന്നതെന്നുള്ള കാര്യങ്ങളിൽ ഞാൻ തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഡ്രഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് കിട്ടി. അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാൻ പറയുന്നതിൽ കള്ളമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾക്കോ ഞാനിത് അയച്ചു കൊടുക്കാം. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർക്കോ സീക്രട്ട് ഏജൻറ്റോ വാട്ടെവർ നിങ്ങൾ ആരെയാണോ പറയുന്നത് അവർക്ക് ഞാൻ ഇത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത് ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇതാണെന്നല്ലാണ്ട് ഞാൻ ഇതൊന്നും കാണിക്കില്ല. ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. അപ്പോൾ ഇത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമാണ്. ഓക്കെ, ലൊക്കേഷൻ ലീക്ക് ആകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മറച്ചു പിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമെയിലായിട്ടോ ഇനി PDF ആയിട്ടോ ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവർക്കിത് അയച്ചു തരാം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ യൂറിൻ ടെസ്റ്റാണ് നടത്തിയിട്ടുള്ളത്. യൂറിൻ ടെസ്റ്റിൽ 2 ആഴ്ച 3 ആഴ്ച വരെ ഉള്ളത് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ബ്ലഡ് ടെസ്റ്റ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അതിന് സമയമെടുക്കും, ഇനിയും സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ലാഗാവും. അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് തെളിയിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂറിൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ, നിങ്ങൾ പറയുന്ന രീതിക്ക് ഏതൊക്കെ ടെസ്റ്റ് വേണമെന്നുള്ളത് ഞാൻ ഈ പറയുന്ന പോലെ പോയിട്ട് എടുക്കാം. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ, അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. സാധാരണ 2 ഇതാ വരുത്ത്, 2 എണ്ണമാണ് അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടെസ്റ്റുകളാണ് വരുത്ത്. 6 പാനലും പിന്നെ 12 പാനലും എന്തോ 12 പാനലിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തെളിയുക. അല്ലെങ്കിൽ 6 പാനൽ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങൾ മാത്രമേ അതിലുണ്ടാവൂ. ഇപ്പം നിക്കോട്ടിൻ, എന്താണ് മെത്താംഫെറ്റമിൻ, ഈ പറഞ്ഞ പോലെ കുറേ എന്തൊക്കെ വേറെ എന്തൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 6 എണ്ണം മാത്രമേ ഇതിൽ കൊള്ളത്തുള്ളൂ. ഈ 6 പാനലിൽ എടുത്തു കഴിഞ്ഞാൽ 12 പാനലിൽ എടുത്താൽ 12 എണ്ണത്തിൻ്റെ